ഇന്നൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഞാൻ റെഡിയായി സെറ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മ ആരും ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ 56 ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ ഇരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോവാനുള്ളൊരു പ്ലാനിങ് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് അവർ നന്നായിട്ട് തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതാ ഓഡിറ്റോറിയം ആയിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങ് കാണാത്തവർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 28 ഫംഗ്ഷനായിട്ട് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ 28 അവർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ 56 അപ്പോൾ ആ ഒരു ചടങ്ങും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരുത്തരും കുട്ടിക്ക് നമ്മൾ ഓരോ ചടങ്ങുണ്ടല്ലോ ഓരോ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മുടെ അവിടെ സ്വർണ്ണം കിട്ടുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണോ കൊടുക്കേണ്ടത് അതൊക്കെ കൊടുക്കാനുള്ളൊരു ചടങ്ങൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫാമിലീസ് മെമ്പേഴ്സ് എല്ലാവരും നിന്നിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അവിടെ ഇരുന്ന് ചടച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേനും അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കലാപരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫോട്ടോ കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രുതി നാട്ട പേര്, അവളുടെ കുട്ടിയാണത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഫുഡ് അടിക്കുമ്പോൾ നല്ല അടിപൊളി കിടിലൻ സദ്യയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ വയറൊക്കെ നിറഞ്ഞൊരു ക്ഷീണത്തിൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളേനൊക്കെ കണ്ട് ഞങ്ങളിതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട്